അത് അനുവദിക്കാത്തത് എന്ന് നാം തിരിച്ചറിയുക. എല്ലാവിധ സംഘാടന ശക്തിയോടും ആയുധശക്തിയോടും കൂടിയ ഒരു ഭൂരിപക്ഷ സമുദായത്തിനു നേർക്ക്, അതല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിനു നേർക്ക് തുച്ഛം ചില ആദർശത്തിൽ അടിയുറച്ച ആളുകളെ അണിനിരത്തുക ആത്മഹത്യപരമാണെങ്കിൽ ബദർ ഏറ്റവും വലിയ ആത്മഹത്യ എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? കാരണം ബദറിനെ കുറിച്ച് സാഹിബ് പറഞ്ഞതുപോലെ ആദർശത്തിൽ അടിയുറച്ച ആളുകളുടെ യുദ്ധം എന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായും ബദർ യുദ്ധം നടന്ന സമയത്ത് ഇസ്ലാമിക ആദർശവൽക്കരണം പൂർണ്ണമായ രൂപത്തിലായിട്ടുണ്ടായിരുന്നില്ല. വളരെ നിസ്സാരപരമായ നിയമ നിർമ്മാണങ്ങൾ മാത്രമേ ഇസ്ലാമിലെ വ്യക്തി ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നോമ്പ് പോലും ബദറിന്റെ സമയത്തായിരുന്നു നിർബന്ധമാക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലുള്ള ആത്മഹത്യ നിലപാടാവുക എന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അതുപോലെ ഒരു ഭരണകൂടത്തിനെതിരെ, അവരുടെ നിയമ നിർമ്മാണങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് അനിസ്ലാമികമാവുകയില്ലേ? സഹോദരൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ. ഒരു പുതിയ പ്രചാരണമാണ് എൻ്റെ സഹോദരൻ ഒരല്പകാലമായി ഇത്തരം ആളുകൾക്ക് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നൊരു പുതിയ പ്രചാരണമാണ് സഹോദരൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ബദർ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ സാമൂഹ്യവൽക്കരണം പൂർണ്ണമായിട്ടില്ല. ഒരു പച്ചക്കള്ളം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം അറിയാവുന്നവർക്ക് പറയാൻ കഴിയും. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം പൂർണ്ണമായിട്ടുണ്ട് ബദർ കഴിയുമ്പോൾ. ബദറിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ജൂതന്മാരടക്കമുള്ള പ്രജകളുള്ള ഒരു രാജ്യമായി മദീന മാറിയിട്ടുണ്ട്. നോമ്പ് നിർബന്ധമായോ നമസ്കാരം നിർബന്ധമായോ ഹജ്ജ് നിർബന്ധമായോ എന്നുള്ളതല്ല പ്രശ്നം. കർമ്മങ്ങൾ നിർബന്ധമാകുന്നുവോ എന്നതല്ല പ്രശ്നം. മറിച്ച് നിയതമായ ഒരു രാഷ്ട്രഘടനയുടെ, നിയതം എന്ന് പറഞ്ഞാൽ നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രഘടനയുടെ നേതാവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിയിട്ടുണ്ട്. ആ രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അതിന് കഴിയും. അത്തരം ഒരു സമൂഹത്തെയാണ് റസൂലുള്ളാഹി ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ബദറിലേക്ക് നയിച്ചത്. ബദറിൽ ആത്മഹത്യയല്ല, ബദർ നടക്കുന്ന പ്രദേശമോ അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന സ്ഥലമോ ഒരു അമുസ്ലിം രാജ്യമല്ല. ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ആ രാജ്യത്തിനെതിരെ നടത്തിയ സമരമല്ല അത്. മറിച്ച് മറ്റൊരു രാജ്യത്തിൽ നിന്ന് വന്ന ആളുകൾ, സ്വന്തം രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ, അവർക്കെതിരെ ആ രാഷ്ട്രഘടന നടത്തിയ സമരമാണത്. അവിടെയാണ് ബദറിലെ എണ്ണം കുറവാകാം, എണ്ണം കൂടുതൽ ആയ സമയത്തും മുസ്ലിങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്, കുറവായപ്പോഴും പരാജയം ഉണ്ടായിട്ടുണ്ട്, വിജയം ഉണ്ടായിട്ടുണ്ട്. ബദറിന് ശേഷം ഉഹുദാണ്, ഉഹുദിൽ പരാജയമാണ് ഉണ്ടായത്. അതിൽ നിന്ന് നമ്മൾ പാഠവും പഠിക്കണം, അത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഉഹുദിൽ പരാജയം പേടിച്ചുകൊണ്ട് നിൽക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ആളുകളുടെ എണ്ണമല്ല, പ്രവാചകൻ പഠിപ്പിച്ച പാതയാണോ നമ്മൾ പിന്തുടരുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം രാഷ്ട്രഘടനയുടെ, സ്വന്തം രാജ്യത്തെ സ്വന്തം പടയാളികൾക്ക് മുകളിലെങ്കിലും സ്വന്തം അനുയായികൾക്ക് മുകളിൽ തന്റെ നിയമങ്ങൾ നടപ്പാക്കുവാൻ അവകാശമുള്ള സമയത്തിന് ശേഷമേ യുദ്ധം നടത്തിയിട്ടുള്ളൂ എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് ഇസ്ലാമിക ചരിത്രം സാക്ഷീകരിക്കുന്നു എന്നത് സത്യം. ഒരു രാജ്യത്ത് നിയമം മാറ്റുന്നതിന് വേണ്ടി ആ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത്തരം ഇസ്ലാം വിരുദ്ധമായ നിയമമുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ആ നിയമ ലംഘനം നടത്തണം. അതല്ലാതെ സായുധമായി പോരാടാൻ അവിടെയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു ഇസ്ലാം വിരുദ്ധമായ നിയമം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക, ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത നിയമം, ആ നിയമമുണ്ടെങ്കിൽ ആ നിയമം മാറ്റാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിക്കണം.
അത് പരാജയപ്പെടുകയും ആ നിയമം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമം ലംഘിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതല്ലാതെ അവിടെ ഒരു സായുധ സമരം നടത്തി ആ നിയമം മാറ്റുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല.